ഹായ് ഓൾ 2024 നീറ്റ് പരീക്ഷയിൽ 690 മാർക്കോടുകൂടി ഉയർന്ന മാർക്ക് നേടിയ സൗപർണിക എസ്.ജെയുടെ വീട്ടിലാണ് നമ്മൾ ഇന്നുള്ളത്. സൗപർണികയുടെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. സൗപർണിക, 690 മാർക്ക്, നമുക്ക് ഈ മാർക്ക് എക്സ്പെക്ട് ചെയ്തിരുന്നോ? ബ്രില്യൻറ്റിലെ മോഡൽ എക്സാംസ് അവസാനമായപ്പോൾ ഇതേ റേഞ്ചിലൊക്കെയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു നല്ല മാർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. 690 റേഞ്ചിൽ, ഒരു 700 റേഞ്ചിലൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. സ്കൂൾ പഠനമൊക്കെ എവിടെയായിരുന്നു? ഞാൻ 10ല് HSS ഫോർ ഗേൾസ് പുനലൂരായിരുന്നു പഠിച്ചത്. +1 +2 ഗവൺമെന്റ് HSS പുനലൂർ ആയിരുന്നു. അത് കഴിഞ്ഞ് റിപ്പീറ്റിന് ബ്രില്യൻറ്റ് പാലയിലായിരുന്നു. റിപ്പീറ്റ് ചെയ്ത്. അതിനു മുമ്പ് ഞാൻ ക്രാഷ് കോഴ്സിനുണ്ടായിരുന്നു ബ്രില്യൻറ്റിന്റെ ഓൺലൈനായിട്ട്. അത് ഓൺലൈനായിട്ട് ചെയ്യായിരുന്നു. ഓൺലൈനായിട്ട് അതുവരെ ബ്രില്യൻറ്റ് കുറച്ചും കൂടെ മനസ്സിലായത്. അപ്പോൾ എൻട്രൻസിന്റെ സമയത്ത് എന്തൊക്കെയായിരുന്നു സ്റ്റഡി പ്ലാൻ? എന്തെങ്കിലും ടിപ്സ് ഒക്കെ ഉപയോഗിച്ചിരുന്നോ? ടൈം ടേബിൾ ഒക്കെ ഫോളോ ചെയ്തിട്ടാണോ പഠിച്ചിരുന്നത്? ആദ്യമൊക്കെ നമ്മൾ ഒരു ആഴ്ചത്തെ ഡെയിലി പ്ലാൻ നമുക്ക് ബ്രില്യൻറ്റ് തന്നെ തരും. ഒരാഴ്ച ഇത്രയായിരിക്കും പോർഷൻ, അതിനിട്ട് വീക്ക്ലി എക്സാംസ് ആയിരിക്കും. അപ്പോൾ അതേ പോർഷൻ ഫോളോ ചെയ്ത് അത് പഠിച്ച് ആ ആഴ്ച തന്നെ കംപ്ലീറ്റ് ചെയ്യുമായിരുന്നു, ഓരോ ചാപ്റ്റേഴ്സ് പറയുന്നത് പോലെ. പിന്നെ അവസാനം നമുക്ക് ഓൾ യൂണിറ്റ് ഒക്കെ വന്നപ്പോഴത്തേന് ഒരു ടൈം ടേബിൾ ഉണ്ടായിരുന്നു ബ്രില്യൻറ്റിൻ്റെ. അത് ഫോളോ ചെയ്ത് അത്രയും പോർഷൻസ് കംപ്ലീറ്റ് ചെയ്ത് മുന്നോട്ട് പോകുമായിരുന്നു. ഫേവറേറ്റ് സബ്ജക്റ്റ് ഒക്കെ ഉണ്ടായിരുന്നോ? കെമിസ്ട്രി ആയിരുന്നു എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റ്. കാരണം ഓർഗാനിക് കെമിസ്ട്രി കുറച്ചും കൂടെ എളുപ്പത്തിൽ എനിക്ക് പഠിക്കാൻ പറ്റുന്നൊരു. ഓർഗാനിക് ആയിരുന്നു ഇഷ്ടം, ഫിസിക്കലിനെ കഴിഞ്ഞു. അപ്പോൾ കുറച്ചും കൂടെ എളുപ്പമായിട്ട് കെമിസ്ട്രി പഠിക്കാൻ പറ്റിയിരുന്നു. MBBS തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്? എന്തെങ്കിലും ഇൻസ്പിറേഷൻ ഒക്കെ ഉണ്ടായിരുന്നോ? എൻ്റെ കുട്ടിക്കാലം തൊട്ടുള്ള ഒരു ഡ്രീമായിരുന്നു ഡോക്ടർ ആവുക. കാരണം എൻ്റെ നൈബേഴ്സ് കുറേ പേര് ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ ജോബ് കാണുകയും അവരുടെ മക്കൾ ചേട്ടന്മാരൊക്കെ പഠിക്കുന്ന കാണുമ്പോൾ അവരൊക്കെ ബ്രില്യൻറ്റിൽ പഠിച്ചപ്പോൾ ഒരു ആഗ്രഹമായിരുന്നു കുട്ടിക്കാലം തൊട്ടുള്ള ഡോക്ടർ ആവണമെന്ന് ആഗ്രഹമായിരുന്നു. +2 കഴിഞ്ഞപ്പോഴേക്കും അപ്പം റിപ്പീറ്റിന്റെ തീരുമാനം എടുത്തു. +2 കഴിഞ്ഞപ്പോഴത്തേന് അവർ വരെ ഈ ഡോക്ടേഴ്സ് ഒരു ക്രാഷ് കോഴ്സ് ഉണ്ടെന്നായിരുന്നു ഓൺലൈനായിട്ട്. അതിൽ ജോയിൻ ചെയ്തു. അങ്ങനെ അത് നല്ല മാർക്ക് ഉണ്ടായിരുന്നു. എനിക്ക് ഫസ്റ്റ് ടൈം അറ്റൻഡ് ചെയ്തപ്പോൾ 525 ഉണ്ടായിരുന്നു സ്കോർ. ആ ടൈമിൽ മിസ് ലീന മിസ് എന്ന് പറഞ്ഞൊരു മിസ്സായിരുന്നു. മിസ് ഭയങ്കര സപ്പോർട്ടായിരുന്നു. നമ്മൾ എപ്പോഴും മിസ് പറയും ഈ വട്ടം തന്നെ കിട്ടും അങ്ങനെ പറഞ്ഞ് നല്ല മോട്ടിവേഷൻ ആയിരുന്നു. അതുകൊണ്ട് അത്രയും നല്ലൊരു സ്കോർ കിട്ടി. പിന്നെ നീറ്റിൻ്റെ റിസൾട്ട് വന്നപ്പോൾ തന്നെ ബ്രില്യൻറ്റിൽ റിപ്പീറ്റേഴ്സിന് കോഴ്സ് ജോയിൻ ചെയ്തു. ബ്രില്യൻറ്റിന് മോഡൽ എക്സാംസ് ഒക്കെ ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ ഇപ്പം കിട്ടിയ ഈ റേഞ്ചിലേക്ക് അന്നത്തെ മാർക്കൊക്കെ എത്തിയിരുന്നോ? വീക്കിലി എക്സാംസിലൊക്കെ ഏകദേശം ഒരു 700, അതിന് 690 ആ റേഞ്ചൊക്കെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് മോഡൽ വന്നപ്പോഴത്തേന് കുറച്ച് മാർക്ക് കുറഞ്ഞു, 650 അത് താഴെയൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ഫൈനലൊക്കെ ആയപ്പോഴത്തേന് ഒരു 690, 695 ആ റേഞ്ചൊക്കെ വന്നായിരുന്നു. ഇപ്പോൾ ഒരു വർഷമായിട്ട് ബ്രില്യൻറ്റ് ഫാമിലിയുടെ കൂടെ ഉണ്ട്. അപ്പം എന്താണ് അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് പറയാനുള്ളത്? ഞാൻ ബ്രില്യൻറ്റ് പാലയിലായിരുന്നു റിപ്പീറ്റേഴ്സ് കോഴ്സിന് ചേർന്നത്. അവിടെ തൊട്ടടുത്ത് തന്നെയുള്ളൊരു ഹോസ്റ്റലായിരുന്നു ബ്ലൂ വെൽസ്. അപ്പോൾ നമ്മളവിടെ ഹോസ്റ്റലിൽ എത്തിയപ്പോൾ തൊട്ട് മിസ്സുമാരായിക്കോട്ടെ ആൻറ്റിമാരായിക്കോട്ടെ ഫുൾ സപ്പോർട്ടായിരുന്നു. നിത്യ മിസ്സ്, ടാനി മിസ്സ്, ദേവി മിസ്സ്, അഞ്ജലി മിസ്സൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. അഞ്ജലി മിസ്സ് തന്നെയായിരുന്നു നമ്മുടെ ക്ലാസ് ടീച്ചറായിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ കൂടുതൽ അറിയായിരുന്നു. പിന്നെ ബ്രില്യൻറ്റിൽ നോക്കുവാണെങ്കിൽ നല്ല ലൈബ്രറി ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നു. ശരിക്കും ബ്രില്യൻറ്റ് എന്ന് പറയുമ്പോൾ നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് നല്ല ഷെഡ്യൂൾഡ് ആയിട്ടുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. കാരണം നമ്മൾ ആദ്യം തൊട്ട് തന്നെ ഒരു നല്ലൊരു പ്ലാൻ ഉണ്ട് അവർക്ക്. ഇത്ര ഒരു മാസത്തെ എത്ര ടോപ്പിക്ക് തീർക്കണം, അതിൻ്റെ ഫുൾ എക്സാംസ് കണ്ടക്ട് ചെയ്യുക, അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. എക്സാംസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല എക്സാംസ് ഒക്കെ ആയിരുന്നോ? വീക്കിലി എക്സാമും ഉണ്ടായിരുന്നു. അതിനിട്ട് അവസാനം വന്ന അവരുടെ യൂണിറ്റ് എക്സാംസ്, മോഡൽ എക്സാംസ് അതൊക്കെ വളരെ നല്ലതായിരുന്നു. കാരണം നമുക്ക് നീറ്റിന് വരുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, കുറേ ടെസ്റ്റ് സീരീസ്, അതിലെല്ലാ തരത്തിലുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. ഈസി ആയിക്കോട്ടെ, മോഡറേറ്റ് ആയിക്കോട്ടെ, ഡിഫിക്കൽട്ട് ലെവലായിട്ട്, അങ്ങനെ എല്ലാ ലെവൽ ക്വസ്റ്റ്യൻസും ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നീറ്റിനൊരു ക്വസ്റ്റ്യൻ വന്നാൽ പെട്ടെന്ന് നമുക്കത് കത്തും. നമ്മൾ എവിടെയോ വായിച്ച എവിടെയോ കണ്ട പോലത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് തോന്നുന്ന രീതിയിലായിരുന്നു. ക്ലാസ് ഒക്കെ എങ്ങനെയായിരുന്നു? ടീച്ചേഴ്സ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഫാക്കൽറ്റീസ് ഒക്കെ ടീച്ചേഴ്സൊക്കെ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. പ്രൊഫസേഴ്സ് ആയിക്കോട്ടെ നമ്മൾ ക്ലാസ് നടക്കുമ്പോൾ തന്നെ പറയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ച് പോകണം, അവരപ്പം തന്നെ ക്ലിയർ ചെയ്ത് തരും. ഇനിയല്ല നമ്മളിനി പ്രൊഫസേഴ്സ് റൂമിൽ ചെല്ലുവാണെങ്കിൽ അവർ എത്ര സമയം എടുത്തു വേണമെങ്കിലും നമുക്കൊരു ഡൗട്ട് ക്ലിയർ ചെയ്ത് തരുമായിരുന്നു. അത് എത്ര പെട്ടെന്ന് നമുക്ക് മനസ്സിലായില്ലെങ്കിലും മനസ്സിലാവുന്നവിടെ വരെ പറഞ്ഞു തരുമായിരുന്നു. ക്ലാസ് ടീച്ചേഴ്സിൻ്റെ ഒക്കെ സപ്പോർട്ട്, കോർഡിനേറ്റേഴ്സിൻ്റെ ഒക്കെ സപ്പോർട്ട് ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ക്ലാസ് ടീച്ചർ അഞ്ജലി മിസ് ആയിരുന്നു. അഞ്ജലി മിസ് വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. നമ്മുടെ എല്ലാ കാര്യത്തിനും സപ്പോർട്ടായിട്ട് മിസ് ഉണ്ടായിരുന്നു. കോർഡിനേറ്റേഴ്സ് ആണെങ്കിൽ ജസ്റ്റിസ് സാറും ടോം സാറും ആയിരുന്നു. നമ്മൾ എന്ത് വിഷമമായിട്ട് എന്നാലും അവർ നമ്മൾ നല്ല കാമായിട്ട് റിലാക്സ് ആയിട്ട് പിന്നെ തിരിച്ചെടുത്തോളൂ. പിന്നെ ഡയറക്ടർ ജോസ് സാറായിരുന്നു. ജോസ് സാറിൻ്റെ മോട്ടിവേഷൻ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ നീറ്റ് ക്രാക്ക് ചെയ്യുന്നൊരു വിശ്വാസം അപ്പം തന്നെ വരുമായിരുന്നു.
അപ്പോൾ മോക്ക് ഈ 2024 നീറ്റിൽ ഇത്രയും നല്ല സ്കോർ നേടാൻ പറ്റി 690. അപ്പോൾ അടുത്ത വർഷം 2025 നമ്മുടെ നീറ്റ് എഴുതാൻ പോകുന്ന ബ്രില്യൻറ്റിലെ നമ്മുടെ കൂട്ടുകാരോട് എന്താ മോൾക്ക് പറയാനുള്ളത്? നീറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അധികം പേടിക്കേണ്ടതൊന്നുമില്ല. നല്ലവണ്ണക്ക് ഹാർഡ് വർക്ക് ചെയ്യുന്ന, നല്ലവണ്ണക്ക് ട്രൈ ചെയ്യുന്ന ഒരാൾക്ക് ഉറപ്പായിട്ടും ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് നീറ്റ്. നമുക്ക് ബ്രില്യൻ്റ് എന്ന് പറയുമ്പോൾ ഫുൾ സപ്പോർട്ടായിട്ട് കൂടെയുണ്ട്. സ്റ്റഡി മെറ്റീരിയൽസ് ആയിക്കോട്ടെ, അവിടെ ടെസ്റ്റ് സീരീസ് ആയിക്കോട്ടെ, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വർക്ക് ചെയ്ത് ഉറപ്പായിട്ട് നമുക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ദിവസം 6-7 മണിക്കൂർ കൃത്യമായിട്ട് ഉറങ്ങാൻ ശ്രമിക്കുക. കാരണം നമ്മൾ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ബോഡിക്ക് റെസ്റ്റ് വേണം. അപ്പോൾ നല്ല കണക്ക് ഉറങ്ങുക. അതുപോലെ തന്നെ എപ്പോഴും ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കുക, ധാരാളം വെള്ളം കുടിക്കുക. ടെസ്റ്റ് സീരീസിൽ ചിലപ്പോൾ നമ്മുടെ മാർക്ക് ചിലപ്പോൾ ഡൗൺ ആവാം, ചിലപ്പോൾ അപ്പാവും. അതിലൊന്നും നമ്മൾ ടെൻഷൻ ആകാതെയോ വിഷമിക്കാതെയോ ഇരിക്കുക. അതുപോലെ തന്നെ ധാരാളം പ്രോബ്ലംസ് ചെയ്തിരിക്കുക. നമ്മളിപ്പം മാർക്ക് കുറഞ്ഞാലും പതിയെ നമ്മുടെ മാർക്ക് കൂടിക്കൂടി വരും. കാരണം ബ്രില്യൻ്റ് എപ്പോഴും നമ്മുടെ ഒപ്പം ഉണ്ട്. ഒരു എക്സാമിന് ഡൗൺ ആയെന്ന് പറഞ്ഞ് നമ്മൾ ഒരിക്കലും നമ്മുടെ കോൺഫിഡൻസ് കളയാതിരിക്കുക. കൂടുതൽ പ്രോബ്ലംസും ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്യുക. ഉറപ്പായിട്ടും നമുക്ക് നല്ലൊരു ടോപ്പ് സ്കോറിലേക്ക് എത്താൻ പറ്റും. ഡ്രീം ക്യാമ്പസ് ഏതാ? എവിടെ പഠിക്കണം എന്ന് ആഗ്രഹം? ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജാണ് എൻ്റെ ഡ്രീം കോളേജ്. കാരണം അവിടുത്തെ അക്കാഡമിക്സ് ആയിക്കോട്ടെ അതെല്ലാം വളരെ നല്ലതാണ്. നമുക്ക് ഇവിടുന്ന് വീടിന് നല്ല തൊട്ട് കുറച്ചടുത്താണ്. അതുപോലെ തന്നെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ ഒരുപാട് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ അവിടെ തന്നെ കിട്ടാനാണ് വളരെ ആഗ്രഹം അല്ലേ? സൗപർണികയുടെ കൂടുതൽ വിശേഷങ്ങൾ നമ്മളോട് പങ്കുവെക്കാനായി സൗപർണികയുടെ കുടുംബാംഗങ്ങൾ നമ്മളോടൊപ്പം ഉണ്ട്. നമുക്ക് അവരോട് വിശേഷങ്ങൾ ചോദിക്കാം. സൗപർണികയുടെ സ്കോർ ആദ്യമായിട്ട് അറിഞ്ഞപ്പോൾ, റിസൾട്ട് അറിഞ്ഞപ്പോൾ മാമിന് എന്താ തോന്നിയത്? അവളുടെ മാർക്ക് വന്നപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ ബ്രില്യൻറ്റിലെ ആൻസർ കീ വന്നപ്പോൾ അതേ സ്കോർ തന്നെ ഉണ്ടായിരുന്നു മാർക്ക്. 690 തന്നെ മാർക്ക്. അത്രയും പഠിക്കുമ്പോ പറയുമായിരുന്നു അത്രയും സ്കോർ കിട്ടുവായിരുന്നു? അന്നോട്ട് പറയുമായിരുന്നു നല്ല മാർക്ക് ഉണ്ടായിരുന്നു ബ്രില്യൻറ്റ് പഠിക്കുമ്പോഴേ. അപ്പോൾ +2 കഴിഞ്ഞ സൗപർണിക ഇങ്ങനെ റിപ്പീറ്റിന് പോകണമെന്ന് പറഞ്ഞ സമയത്ത് ബ്രില്യൻറ്റ് ചൂസ് ചെയ്യാൻ ഒരു കാരണം ഉണ്ടായിരിക്കുമല്ലോ. എന്തുകൊണ്ടാണ് ബ്രില്യൻറ്റ് ചൂസ് ചെയ്തത്? നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് 2 ഡോക്ടേഴ്സ് കുടുംബമാണ്. പിന്നെ വേറെ കുട്ടികൾ ഒരുപാട് അവിടെ പഠിക്കുന്നുണ്ട് ചുറ്റുമുള്ള. അങ്ങനെ അവരെല്ലാം ഡോക്ടർമാരായപ്പോൾ അവർക്കും ആഗ്രഹം, നമുക്കും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും റെക്കമെൻഡ് ചെയ്തു ബ്രില്യൻറ്റ്. പഠിച്ച കുട്ടികൾ റെക്കമെൻഡ് ചെയ്തു നല്ല സ്റ്റഡി സെന്റർ ആണെന്ന് പറഞ്ഞല്ലേ? അവിടെ നിന്നുള്ളൊരു സപ്പോർട്ടിങ് എങ്ങനെയായിരുന്നു? ബ്രില്യൻറ്റിൽ നിന്നുള്ളൊരു സപ്പോർട്ടിങ്, ഒരു മെന്ററിങ്, അവിടെ നിന്നുള്ള കോൺടാക്റ്റുകളൊക്കെ ടീച്ചേഴ്സൊക്കെ കോൺടാക്ട് ചെയ്യുമായിരുന്നോ? ചെയ്യുമായിരുന്നു. അവിടെ ക്ലാസ് ടീച്ചറും എല്ലാം നല്ല സപ്പോർട്ടായിരുന്നു. നല്ല സപ്പോർട്ടൊക്കെയാണ്. കോർഡിനേറ്റേഴ്സ് ഒക്കെ കോൺടാക്ട് ചെയ്യുമായിരുന്നു. എല്ലാം ചെയ്യുമായിരുന്നു. സൗപർണികയുടെ പഠന രീതിയൊക്കെ എങ്ങനെയായിരുന്നു? നന്നായിട്ട് പണ്ട് തൊട്ടേ പഠിക്കുമായിരുന്നോ? അവള് നല്ലപോലെ പഠിക്കുമായിരുന്നു. കുഞ്ഞിലെ തൊട്ട് നല്ല പഠിക്കാനുള്ള നല്ല മിടുക്കിയായിരുന്നു. പിന്നെ +1ഉം +2 ഒക്കെ 10ാം ക്ലാസ്സും എല്ലാം ട്യൂഷൻ ഇല്ലാതെ തന്നെ പഠിച്ച് ഫുൾ മാർക്ക് മേടിച്ച്. ബ്രില്യൻറ്റ് വന്നതിന് ശേഷമൊക്കെയോ? അവിടെ വന്നതിന് ശേഷവും നല്ല പഠിക്കും. മാർക്ക് ഉണ്ടായിരുന്നു? ഫുൾ മാർക്കായിരുന്നു. ഫുൾ മാർക്കുള്ള A+ റേഞ്ചിൽ എപ്പോഴും മെയിൻറ്റെയിൻ. വേറെ പഠന രീതികളൊക്കെ എങ്ങനെയായിരുന്നു? അവള് രാത്രി വൈകി വരെ ഇരുന്ന് പഠിക്കുമായിരുന്നു. നല്ലപോലെ ഇരുന്ന് പഠിച്ച്. പിന്നെ നമ്മൾ ഉറങ്ങുന്നു പറഞ്ഞാലും ഇരുന്ന് പഠിക്കുമായിരുന്നു. കഷ്ടപ്പെട്ട് പഠിക്കുമായിരുന്നു. അപ്പോൾ ലൈഫിൽ പുതിയൊരു ടേണിംഗ് പോയിന്റ് ആണല്ലേ? +2 കഴിഞ്ഞു, ഇപ്പം നീറ്റ് എക്സാമിന് വലിയൊരു സ്കോറൊക്കെ കിട്ടി. ഇനി മുൻ പുതുതായിട്ട് ഒരു ലൈഫിലേക്ക് കടക്കാൻ പോവുക. അപ്പോൾ ആ ജീവിതത്തിലേക്ക് MBBS സ്വപ്നം കണ്ട മോൾക്ക് ഒരു സക്സസ്ഫുൾ ഡോക്ടർ ആവാൻ ബ്രില്യൻറ്റ് ഫാമിലിയുടെ പേരിൽ ഞാൻ ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.